ഹലോ ഓൾ, നമ്മളൊരു ട്രിപ്പിനാണ് ഇപ്പോൾ. കുറേ കാലത്തിന് ശേഷം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇത് ഒരു സ്പെഷ്യൽ വീഡിയോ അല്ലേ? അതെ, വളരെ സ്പെഷ്യലാണ്. അതെ, നമ്മളൊരു ഓൾമോസ്റ്റ് 1 year ആയിട്ട് പ്ലാൻ ചെയ്ത് അതിൽ നിന്ന് ഒരു എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. എക്സിക്യൂട്ട് ചെയ്യണം. അതെ, എങ്ങനെയാവുന്നൊന്നും അറിയില്ല. അടിപൊളിയാവും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതെ, ഒരു ഗേൾസ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സ്പിരിച്വൽ സ്പിരിച്വൽ ആക്കാം, അങ്ങനെ പറയാം. സ്പിരിച്വൽ ടൈപ്പ്. മധുരയിലേക്ക് പോകുന്നത്. പ്ലസ് നെക്സ്റ്റ് ഡേ ആദ്യം അങ്ങനെ 2 days 2.5 days ട്രിപ്പാണ്. ഇപ്പോൾ 6 മണിക്കാണ് കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷൻ പോകുന്നത്. ഒരു വിത്തിൻ 10-15 minutes ട്രെയിൻ വരികയുള്ളൂ. മധുര എത്തുമ്പോൾ അഗെയിൻ 6 AM ആവും. ഓൾമോസ്റ്റ് 12 hours ജേർണിയാണ് ഓവർനൈറ്റ്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യണം. അതായത് ഒരുപാട് വീഡിയോസ് വരാനുള്ളതാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. വിഷമത്തോടിരിക്കുകയാണ് കിച്ചു, കാരണം കിച്ചു ഈ ട്രിപ്പിലില്ല. ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാനും ട്രെയിനിൽ കയറ്റി ഇരുത്താനും മാത്രമായിട്ട് വന്നതാണ് കിച്ചു. ടെൻഷൻ ഉണ്ടോ എനിക്ക്? ഒരു ടെൻഷനും ഇല്ല, സമാധാനം മാത്രം. പീസ്ഫുൾ. മധുരയിലേക്ക് പോവുകയാണെങ്കിൽ ബസ്സും അവൈലബിൾ ആണ്. ബസ്സാണെങ്കിൽ ഒരു 8 hours ആണ്. ഞങ്ങൾ ബസ് വേണോ ട്രെയിൻ വേണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഫൈനലി ട്രെയിൻ പോകാമെന്ന് ചൂസ് ചെയ്തതാണ്. ട്രെയിനാണെങ്കിൽ ഒരു 10 hours ആണ്. ഇത് ഡയറക്റ്റ് പോകുന്ന ട്രെയിനാണ്. മധുരൈ ജംഗ്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. മുംബൈ ദാദർ എക്സ്പ്രസ്. പിന്നെ ഞാൻ മധുരയിൽ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഇതൊരു വലിയ ഡ്രീമാണ്. അഖില ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. അവൾ പോയത് കമ്പനി ത്രൂ ആണ്. സോ ബേസിക്കലി ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷനൊക്കെ യൂസ് ചെയ്ത് കുറേ റിസർച്ച് ചെയ്ത് ഒക്കെ പോകുന്ന അവളുടെയും ഫസ്റ്റ് ട്രിപ്പാണ്. നാട്ടിലെ എൻ്റെയും ഇത് ഫസ്റ്റ് ട്രിപ്പാണ്. ട്രെയിൻ എക്സാക്റ്റ് 6 AM തന്നെ മധുരൈ എത്തി. മധുരൈ ജംഗ്ഷൻ എന്നാണ് സ്റ്റോപ്പിൻ്റെ പേര്. മധുരൈ ജംഗ്ഷനിൽ മീനാക്ഷി അമ്മൻ ടെമ്പിൾ ഒരു 1.5 kilometer മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഹോട്ടൽ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നിയറസ്റ്റ് ആയിട്ടുള്ള ഹോട്ടൽ തന്നെയാണ്. അപ്പോൾ വാക്കിംഗ് ഡിസ്റ്റൻസിൽ തന്നെ വേണം എന്നുള്ള രീതിയിൽ ബുക്ക് ചെയ്തായിരുന്നു. ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിൻ്റെ നെയിം ഞാൻ താഴെ കൊടുക്കാം. ജസ്റ്റ് ഒരു 1 kilometer അത്രേ ഉള്ളൂ ഫ്രം സ്റ്റേഷൻ ടു ഹോട്ടൽ. ട്രിപ്പിന് വന്ന് വർക്ക് ചെയ്യുന്ന അഖില. സോ ഞങ്ങൾ 6 o'clock ലാൻഡായി റുമിലെത്തി ഒന്ന് ഫ്രഷായി ടെമ്പിളിലേക്ക് ഇറങ്ങി. റൂട്ടൊക്കെ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ്. കാരണം ടെമ്പിളിന് ഓൾ ടുഗെദർ 4 എൻട്രൻസ് ഉണ്ട്.
നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. അപ്പോൾ ഇത് ഏതിലാണ് എത്തിച്ചേരുന്നതെന്നൊന്നും ഐഡിയ ഒന്നുമില്ല. മാപ്പ് കാണിക്കുന്ന പോലെ പോവാണ്. വെസ്റ്റ് ടവറിലാണ് എത്തിയത്. സോ ടെമ്പിളിൽ കയറുന്നതിന് മുമ്പ് ഫോൺ, ബാഗ്, ഷൂസും സാൻഡൽസ് ഇതൊക്കെ ഇവിടെ ക്ലോക്ക് റൂമിൽ വെക്കണം. അങ്ങനെ ടെമ്പിളിൽ നിന്നൊക്കെ ഇറങ്ങി. ടെമ്പിൾ വളരെ ബ്യൂട്ടിഫുള്ളാണ്, അതിൻ്റെ ഓരോ ആർക്കിടെക്ചറും വർക്കൊക്കെ. സോ ടെമ്പിൾ വിസിറ്റ് കഴിഞ്ഞു. ഞങ്ങൾ എഗെയിൻ റൂമിൽ പോയി ചേഞ്ച് ചെയ്തു ലഞ്ചിന് വേണ്ടി ഇറങ്ങിയാണ്. എഗെയിൻ ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ് ശബരീഷ് റെസ്റ്റോറൻ്റ് ആണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു, നല്ല ഫുഡായിരുന്നു. ടെമ്പിളിൽ നിന്ന് വളരെ അടുത്താണ്, ഒരു 300 മീറ്റർ വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. കാര്യപ്പെട്ടിലേക്ക് ബസ് കയറി. കാര്യപ്പെട്ടിൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഓഫീസാണ്. അമ്മയുടെ ഹെഡ് ഓഫീസ് മധുരയിലാണ്. സോ അവിടെ ഒന്ന് കയറണമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ബസ് കയറി. ഒരു 45 മിനിറ്റ്സിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട്. ഫാക്ടറി അല്ല, ഫാക്ടറി കാണിക്കാൻ പറ്റുകയാണെങ്കിൽ പ്യൂരിഫയറിൻ്റെ ഒരു ഫാക്ടറിയാണ്. വാട്ടർ പ്യൂരിഫയർ. നമ്മളെ മൈക്രോബയോളജിസ്റ്റിന് പറ്റിയതാണ്. കമ്പനിയുടെ പേര് പറഞ്ഞാൽ പേര് മിസ്റ്റി പ്യൂർ ടെക്നോളജീസ് എന്നാണ്. അതായത് നമ്മുടെ വാട്ടർ പ്യൂരിഫയേഴ്സ് ഉണ്ടല്ലോ, വെള്ളത്തിന്റെ വെള്ളം എടുക്കുന്ന ഒരു സംഭവമാണ്. ലാബാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം എഞ്ചിനീയറിംഗ് പ്രോസസ്സും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ. പിന്നെ ഇത് മൈക്രോബയോളജി ടെസ്റ്റ് ചെയ്യുന്ന ലാമിനാർ എയർഫ്ലോ ചേമ്പറാണിത്. ഇവിടെ വെച്ചിട്ടാണ് മൈക്രോബയോളജി ടെസ്റ്റ് പെർഫോം ചെയ്യാറ്. ഓക്കെ. ഇത് നമ്മളെ പെട്രി പ്ലേറ്റ് അല്ലേ? പെട്രി പ്ലേറ്റ്, ഫോർസെപ്സ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളുണ്ട്. ഇത് ഇൻക്യുബേറ്റർ, കൺട്രോൾ ഇൻക്യുബേറ്റർ. 10 വർഷത്തിന് ശേഷമാണ് ഞാനൊരു ലാബിൽ കയറുന്നത്, ബീങ് എ മൈക്രോബയോളജിസ്റ്റ്. ഞങ്ങൾ രണ്ടുപേരും മൈക്രോബയോളജിസ്റ്റ് ആണ്. പക്ഷെ അഖില ഇപ്പോഴും ഇതിലാണ്, ഞാനിപ്പോ ഇതിലില്ല. ഫീൽഡ് വിട്ടിട്ടുണ്ട്. ഇത് ബിയോഡ് ഇൻക്യുബേറ്റർ. അത് 2 ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 20, 22 അങ്ങനെ ഉള്ളതുകൊണ്ട് 2 ബിയോഡ് ഇൻക്യുബേറ്റർ ഉണ്ട്. ഓക്കെ. ഹീറ്റിംഗ് മാനുവൽ, നമുക്ക് ചൂടാക്കാനുള്ള സംഭവമല്ല, എന്തെങ്കിലും മെൽറ്റ് ചെയ്യാൻ അങ്ങനത്തെ പ്രോസസ്സിന് ഇവിടെ വെക്കുന്നത്. ഇവിടെ വെച്ചിട്ട് മെൽറ്റ് ചെയ്യും. ഓക്കെ. ടെക്നോളജീസ് എന്ന് പറയുന്നത് ഒരു വാട്ടർ പ്യൂരിഫയർ കമ്പനിയാണ്. അതിപ്പോ നമുക്കറിയാം ഒരു ആറോ എന്ന് വെച്ചാൽ റിവേഴ്സ് ഓസ്മോസിസ്, അതുവഴി വെള്ളം എങ്ങനെ വന്നിട്ട് ലാസ്റ്റ് പ്യൂരിഫൈഡ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ആ വാട്ടർ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ മൈക്രോബയോളജിക്കൽ ടെസ്റ്റ് ചെയ്യണം. അതുകൊണ്ടിട്ട് മൈക്രോബയോളജിസ്റ്റിയുടെ നിർബന്ധമായിട്ട് വേണം. ഞാനാണ് ഇവിടുത്തെ തൽക്കാലം മൈക്രോബയോളജിസ്റ്റ്. മന്ത്ലി 3 months വരണം, അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ വരുന്ന സമയത്ത് വരണം. ഓക്കെ. ആൻഡ് ഇയർലി ഒരു പ്രാവശ്യം ഓഡിറ്റിന് വരും. ഇൻസ്പെക്ഷൻ. ഇത് pH മീറ്റർ, pH ചെക്ക് ചെയ്ത് വാട്ടറിന് pH ഉണ്ടാവുമല്ലോ, 6.5 to 8 ആണ് നോർമൽ pH വരിക. അതിന്റെ റേഞ്ചിൽ വരണം. അപ്പൊ അത് ഇത് വെച്ച് ചെക്ക് ചെയ്യും. ഇവിടെ സംഭവം 4ഉം 7ഉം pH എല്ലാം വെച്ചിട്ട് അഡ്ജസ്റ്റ് ബാലൻസ് ചെയ്തിട്ട് ചെയ്യും. അത് പിന്നെ അത് ആദ്യം അഡ്ജസ്റ്റ് ചെയ്യണം. 4ലും വരണം, 7ലും വരണം. പിന്നെ നമ്മൾ ആ വാട്ടർ ഏതാണോ ചെക്ക് ചെയ്യേണ്ടത് ആ വാട്ടറിന്റെ pH നമുക്ക് ഇത് വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റും. വീട്ടിൽ കാണിക്കൂല, അതിന്റെ റീഡിങ് കാണിക്കും. കോൾഡ് വാട്ടർ വരുന്നില്ല. ഇത് ഡിസ്പെൻസർ. ഹലോ. ചേച്ചി തമിഴ് ബേസിക്
ചേച്ചി കൊല്ലുന്നു എനിക്ക് ഇഷ്ടമാണ് കാരണം ആ സമയത്ത് വരുമ്പോൾ ഇല്ലേ ഇവിടെ വരുമ്പോൾ നമുക്ക് ആ ഒരു വൈബ് കിട്ടും. അല്ലേ കിട്ടും, അല്ലെങ്കിൽ ഒന്നും വരും. അവിടെ ഒരു ബാസി ഉണ്ട്, ഒരു വന്നത് ഞാൻ ഇന്ന ബസ്സിൽ പോകുന്നു പറഞ്ഞിട്ട് വാരേ. അതാണ് ഞാൻ അങ്ങനെ പറയേണ്ടത്. ആ മെഷീനില്ല നമ്മൾ അങ്ങനെ ഡിസ്പെൻസർ കാണിച്ചു തരാം. ആറോന്റെ കണ്ടിട്ടില്ല അല്ലേ, കാണിച്ചില്ല. അത് അതായത് മൊത്തം ഒരു പ്യൂരിഫയർ ഇങ്ങനെ ഫുള്ളായി ഉണ്ടാവില്ല, ഉള്ളിൽ ഓരോ ഫിൽറ്റേഴ്സ് ആയിട്ട് ഉണ്ടാവില്ല. അതെല്ലാം സംഭവങ്ങളുണ്ട്. ഫിൽറ്റർ ആണ് ഇത്, ഫിൽറ്റർ കാർബൺ ഫിൽറ്ററാ, കാർബൺ ഫിൽറ്റർ അങ്ങനെയല്ല. ഉള്ളിൽ ഫിൽറ്റർ ചെയ്തിട്ടാണ് ഇതെന്നത് ലീക്കേജ് എടുക്കാൻ പാക്കരുത്. ലീക്കേജ് ഉണ്ടോ എന്ന് നോക്കുന്നത് ചെക്ക് പണിയിട്ട് അങ്ങ് അനുഭവം. ഓക്കെ, ഇങ്ങനെ അങ്ങ് പോകും. അങ്ങനെ ഇങ്ങനെ വരും, ഇങ്ങനെ അങ്ങ് പോകും. ഓക്കെ, എല്ലാവരും വർക്കേഴ്സ്. ഇതെന്നോട് ഫ്രണ്ട്. ഹലോ. ഓ ഇപ്പൊ പുതുസാ വന്നു. BAS. Membrane US company. US company certificate. ലാബിൽ വെയിറ്റ് ചെയ്യാം, തിരിച്ചു പോവാൻ. അപ്പോൾ തിരുപ്പും ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. അങ്ങോട്ടേക്ക് തിരുപ്പുറം കൊണ്ടുവന്നാണ്. മുരുകൻ ടെമ്പിൾ. അതെ, അത് കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് പോകും. 8 മണിക്ക് ക്ലോസ് ആവും. അതിനുശേഷം നമ്മുടെ ആക്ച്വൽ പ്ലാൻ ഇവിടുന്ന് റൂമിൽ പോയിട്ട് ടെമ്പിളിലേക്ക് പോകാനായിരുന്നു. പക്ഷേ ഇവിടുത്തെ സാറ് പറഞ്ഞു അങ്ങനെ പോകണ്ട, ലേറ്റ് ആവും, ബസ്സിൽ പോകണ്ട, കാർ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ് ലാബിൽ. നേരത്തെ കണ്ടത് ചേച്ചി ഒരു ഹായ്. ഇത് ഫാക്ടറി. നമ്മളിറങ്ങി. பண்ணல சார் கிட்ட லீமா மேம் கிட்ட கேட்டிருக்கேன். ஜாலியாக திட்டுடுவாங்க சார். அது எப்பயுமே வந்து யாரையுமே ഓവലിൽ പോയി വന്നു. ഇനി നേരെ ഹോട്ടലിലേക്ക് ഡിന്നർ കഴിച്ച് കഴിഞ്ഞിട്ട്